ഗൈസ്, നമ്മൾ അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ 2 സ്റ്റോൺ ഏജിൽ 2 ഏജ് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഏജാണ് നിയോലിത്തിക് ഏജ്. സോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മുടെ ക്ലാസ് നിയോലിത്തിക് ഏജ് ആണ്. കാരണം നിയോലിത്തിക് ഏജ് കുറച്ച് കൂടി വാസ്റ്റ് ആണ് ബാക്കിയുള്ളതിനെക്കാട്ടിലും. സോ ഈ നിയോലിത്തിക് ഏജിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ പ്രോഗ്രസ് തുടങ്ങിയത് ഈ സ്റ്റേജിലാണ്. അതായത് നേരത്തെ നമ്മളിപ്പം ഡെവലപ്മെൻറ്റ് കുറച്ച് ഡെവലപ്പായി വരുന്നു എന്ന് പറഞ്ഞില്ലേ, കുറച്ചുകൂടി പ്രോഗ്രസീവ് ആയത് നിയോലിത്തിക് ഏജിൻ്റെ സമയത്താണ്. ഹ്യൂമൻ പോപ്പുലേഷൻ കൂടി. അപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ കൂടിയതും ഈ നിയോലിത്തിക് ഏജിൻ്റെ പീരീഡിലാണ്. പിന്നെ എന്താ പറയുക, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് നിയോലിത്തിക് ഏജിലാണ്. ദ ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ വാസ് ദ മേജർ പ്രോഗ്രസ് ഓഫ് ദിസ് പീരീഡ്. അപ്പോൾ കൾട്ടിവേഷൻ തുടങ്ങിയതും നിയോലിത്തിക് ഏജിലാണ്. ദ ചേഞ്ച് ഫ്രം ഫുഡ് ഗ്യാതറിങ്ങിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലോട്ടുള്ളൊരു വാസ്റ്റ് ചേഞ്ച് സംഭവിച്ചത് നിയോലിത്തിക് ഏജിലാണ്. കാരണം നേരത്തെ നമ്മൾ ഹണ്ട് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ആ ഒരു ഇതിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് മെസോലിത്തിക് ഏജിലായപ്പോഴത്തേക്കും എഡിബിൾ ഗ്രാസും അങ്ങനെയൊക്കെ ഉള്ള ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ തുടങ്ങിയത്, അതായത് ഓരോരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയത് നിയോലിത്തിക് ഏജിലാണ്. ഈ കൾട്ടിവേഷന് എന്തുകൊണ്ട് കൾട്ടിവേഷൻ തുടങ്ങിയവർ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, പിന്നെ ഫുഡിന് പോപ്പുലേഷൻ കൂടി, അപ്പോൾ ഫുഡിന് സ്കേർസിറ്റി ഉണ്ടാവും. അപ്പം നമുക്ക് ഒബ്വിയസ്ലി ഷോർട്ടേജ് വരുമ്പോഴത്തേക്ക് അതിനെ ഫുൾഫില്ല് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് അവർ കൾട്ടിവേഷൻ തുടങ്ങിയത്. കൾട്ടിവേഷൻ്റെ മേജർ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് വീറ്റ്, ബാർലി, ജൂട്ട്, പാഡി, പ്ലാന്റിങ് അതൊക്കെയായിരുന്നു. ദെൻ മനുഷ്യർ കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങിയതും സെറ്റിൽഡ് ഡൗൺ ചെയ്തു. അതായത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു പാർപ്പിടം തുടങ്ങിയതും ഈ നിയോലിത്തിക് ഏജിലാണ്. കൂടുതലും ഇവർ റിവർ വാലീസിൻ്റെ സൈഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ റിവർ വാലീസിൻ്റെ സൈഡിൽ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവർ ആ ഏരിയ കൾട്ടിവേഷന് പറ്റിയ നല്ലൊരു അലുവിയൽ സോയിലും ഒക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കൾട്ടിവേഷന് സ്യൂട്ടബിളാണ്, വെള്ളം കിട്ടും. അപ്പം സോയിൽ നല്ല ഫെർട്ടിലിറ്റി ഉള്ള സോയിലാണ്. അപ്പോൾ കൾട്ടിവേഷന് പറ്റിയ ഏരിയയാണ് ഈ റിവർ വാലീസിൻ്റെ ഏരിയാസ്. അപ്പോൾ അവിടെ അതിന് വേണ്ടിയിട്ട് ആൾക്കാർ സെറ്റിൽ ഡൗൺ ആയി ചെയ്തു. പിന്നെ ഒരു അനിമൽസിനെ റെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡിന് വേണ്ടിയിട്ട്. പിന്നെ അനിമൽസിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ പട്ടിയെ, പൂച്ചയൊക്കെ വളർത്തുന്ന പോലെ അന്ന് ആട്, പശു അങ്ങനത്തെയൊക്കെ ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിനും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീൽസ്, ഗുഡ്സ് ഇവിടെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് ഫുഡ്, അതായത് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് എക്സ്പോർട്ടൊക്കെ തുടങ്ങിയ വീൽസ് ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യുന്ന അന്നത്തെ കാലത്ത് അവർക്ക് എന്തായിരുന്നോ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അവർ എന്താണ് കണ്ടുപിടിച്ചിരുന്നത് അതുപയോഗിച്ച് അവർ ഗുഡ്സിനെ ക്യാരി ചെയ്തിരുന്നു. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, മൈഗ്രേഷന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിരുന്നു. പിന്നെ ഗോർഡൻ ചിഡ്ലെ എന്ന് പറയുന്ന ഒരു ഹിസ്റ്റോറിയൻ, പുള്ളിയാണ് ഈ വക ചേഞ്ചസ് സംഭവിച്ചത്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഏജുകളിൽ നിന്നൊരു വാസ്റ്റ് ചേഞ്ചാണ് ഈ ഒരു നിയോലിത്തിക് ഏജിൽ വന്നത്. അത്തരം ചേഞ്ചസുകളെ എല്ലാം ചേർത്തുകൊണ്ട് അയാൾ പറഞ്ഞതാണ് ഈ നിയോലിത്തിക് റെവല്യൂഷൻ എന്ന്. ഈ പീരീഡിന് അയാളെ പറ്റിയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ നോട്ട്സൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കേരളത്തിൽ ഒരു നിയോലിത്തിക് സൈറ്റാണ് എടയ്ക്കലിൽ. ഫോട്ടോ കണ്ടാൽ മതി, ടെക്സ്റ്റിലുണ്ട്, ടെക്സ്റ്റ് റെഫർ ചെയ്യുക. പിന്നെ ഇത് നിയോലിത്തിക് സൈറ്റ് ഇന്ത്യയിൽ എവിടെയൊക്കെ എന്നുള്ളതാണ് ഇതും ടെക്സ്റ്റിലുണ്ട്. പിന്നെ ലേക്ക് വില്ലേജസ് ഇൻ സ്വിറ്റ്സർലൻഡ്, ഇത് ലേക്ക് വില്ലേജസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ഒരു ടെക്നോളജിക്കൽ പ്രോഗ്രസ് സംഭവിച്ചത് ഇന്ന സ്ഥലത്ത് ഇന്ന ഏജിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണ് ഈ ലേക്ക് വില്ലേജസ് എന്ന് പറയുന്നത്. അനിമലിൻ്റെ സ്കിന്ന്, മഡ് ഇതൊക്കെ വെച്ചിട്ടാണ് ഈ ഡ്വെല്ലിങ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഡ് വെച്ചിട്ട് വാൾസ്, സ്റ്റോൺസ് വെച്ചിട്ട് ബിൽഡിങ്സ്, ഹൗസസ് എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ കാഷ്വൽ, ഇത് നമുക്ക് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും. സോ ദെൻ ഇനി ഫ്യൂ പോയിൻറ്റ്സ് ആയിട്ടുള്ളത്,
ആദ്യം ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെയർ യൂസ്ഡ്. അപ്പം അവർ ഷാർപ്പ് ചെയ്തിട്ട് നേരത്തെ ഏജിൽ ഷാർപ്പൻഡ് ആയിട്ടുള്ള സ്മോൾ ഇതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൂൾസ്. ഇവിടെ വരുമ്പോൾ അത് ഷാർപ്പ് ചെയ്ത് പോളിഷ് ചെയ്ത സ്റ്റോൺ ടൂൾസ് ആണ് യൂസ് ചെയ്തിരുന്നത്. പിന്നെ ക്ലേ വെച്ചിട്ട് പോട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് റാഫ്റ്റ്സ് ഉണ്ടാക്കി യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലഗ്ഷെയർ ആൻഡ് സ്പൈഡർ, അതായത് ഈ നമ്മുടെ മൺവെട്ടി അതുപോലത്തെ സാധനങ്ങളൊക്കെ വുഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കൾട്ടിവേഷന് വേണ്ടിയിട്ടുള്ള ടൂൾസ്. ക്ലോത്ത് woven ഓഫ് ഔട്ട് ഓഫ് ജൂട്ട് ഫൈബർ വെച്ചിട്ടും ക്ലോത്ത്സ് തുന്നാൻ തുടങ്ങി. അത് അനിമൽസിൻ്റെ ബോൺസ് വെച്ചിട്ടാണ് നീഡിൽസ്. പിന്നെ ഫിഷിംഗ് ഹുക്സ്, അതായത് മീൻപിടുത്തം ഫിഷിംഗ് തുടങ്ങി. പിന്നെ ഓർണമെൻറ്റ്സ്, സ്റ്റോൺസ്, വുഡ് ബോൾ, അതൊക്കെ മറ്റേ ഏജുകളിൽ ഉണ്ടായിരുന്നത് തന്നെയാണ്. ചെറിയ ചെറിയ ഡെവലപ്മെൻറ്റ് സംഭവിച്ചു, അത്രയേ ഉള്ളൂ. കോടാലി, സിക്കൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, വുഡൻ ഹാൻഡിൽഡ് ആയിട്ടുള്ള. അത് കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ്. പിന്നെ വുഡൻ വീൽസ് ഫോർ മേക്കിംഗ് പോട്ടറിക്ക് വേണ്ടിയിട്ടുള്ള വീൽസ് അവർ നിർമ്മിച്ചിരുന്നു. ഒരുപാട് അതായത് ഡെവലപ്മെൻറ്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ് ഈ നിയോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ചാൽക്കോലിത്തിക് ഏജ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം, കാരണം ഇത് ഇച്ചിരി ഹെവിയാണ്. അപ്പം ഇപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നമ്മൾ എത്രത്തോളം കേട്ട് മനസ്സിലാക്കുന്നോ അത്രത്തോളം നമുക്ക് കുറച്ചുകൂടി അത് മനസ്സിലാവും. ബ്രെയിനിൽ ചിലപ്പോൾ ചിലർക്ക് ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും, പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു കാലിബർ ഉണ്ടാവണമെന്നില്ല. സോ ടൈം എടുത്ത് പഠിച്ച് നമ്മളായിട്ട് തന്നെ നമ്മൾക്ക് എന്താണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വേ അതിനനുസരിച്ച് പഠിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.